ഞായറാഴ്ചയായിട്ട് ഒരു അല്പം ചിക്കൻ കറി കൂട്ടി ഊണി കഴിക്കാത്ത മലയാളികൾ കുറവായിരിക്കില്ലേ. അപ്പോൾ സിമ്പിളായിട്ട് നമുക്കൊരു ചിക്കൻ കറി തയ്യാറാക്കിയാലോ. അതിനായിട്ട് ഒരു പിടി വെളുത്തുള്ളി, ഒരു വലിയ കഷ്ണം ഇഞ്ചി, ഒരു 5-6 പച്ചമുളക്, ഒരു പിടി മല്ലിയില, 2-3 തണ്ട് കറിവേപ്പില എല്ലാം കൂടെ നല്ല പോലെ ഒന്ന് ചതച്ച് നമുക്ക് ചിക്കനിലോട്ട് ചേർക്കാം. പിന്നെ മസാലപ്പൊടികളായിട്ടുള്ള മുളക് പൊടി, മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി, ഗരം മസാല എല്ലാം കൂടെ നല്ല പോലെ ഒന്ന് ചൂടാക്കിയിട്ട് അതും ഒരു 4 ടേബിൾ സ്പൂൺ നിറയെ തൈരും ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്ത് കുക്കറിൽ ഒരൊറ്റ വിസിലാണ് കേട്ടോ. നമുക്ക് അധികം വെള്ളം ചേർക്കേണ്ട, കാരണം ആവശ്യത്തിനുള്ള വെള്ളം അതിൽ നിന്ന് തന്നെ ഇറങ്ങിക്കോളും. അതിനുശേഷം നമുക്ക് കുറച്ച് വെളിച്ചെണ്ണയിലോട്ട് ഈ ചിക്കൻ നമുക്ക് ഓരോന്നായിട്ട് പെറുക്കിയിട്ട് കൊടുക്കുക. നല്ല പോലെ ഒന്ന് ഫ്രൈ ചെയ്ത് അതൊന്ന് മാറ്റി വയ്ക്കാം. സെയിം വെളിച്ചെണ്ണയിലോട്ട് പട്ട, ഗ്രാമ്പ്, ഏലക്കായ ഒന്ന് പൊട്ടിച്ചെടുക്കുക. ഒരു 3 സവാള നല്ല പോലെ ഒന്ന് വഴറ്റിയതിന് ശേഷം കുറച്ച് മഞ്ഞൾപ്പൊടി, മുളക് പൊടി, മല്ലിപ്പൊടിയൊക്കെ കുറേശ്ശെ ചേർത്ത് കൊടുക്കാം. പിന്നെ ഒരു തക്കാളിയും കൂടി ചേർത്ത് നല്ല പോലെ ഒന്ന് വഴറ്റിയതിന് ശേഷം നമ്മൾ നേരത്തെ ഊറ്റി മാറ്റി വെച്ചിരിക്കുന്ന ആ വെള്ളം ഉണ്ടല്ലോ അതും കൂടി ചേർത്ത് നല്ല പോലെ തിളച്ചതിന് ശേഷം നമുക്ക് നമ്മുടെ ചിക്കൻ ഇട്ട് കൊടുക്കുക. ഒരു 10 മിനിറ്റ് ലോ ഫ്ലെയിമിൽ വേവിച്ചെടുത്താൽ നല്ല അടിപൊളി ചിക്കൻ കറി തയ്യാറായിട്ടുണ്ട്. നല്ല സൂപ്പർ ടേസ്റ്റാണ്. ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായം പറഞ്ഞേ. ടാറ്റാ ബൈ ബൈ.